എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് 25,200 ലെവല് സസ്റ്റെയിൻ ചെയ്ത് നിന്നു. അതിനുശേഷം US മാർക്കറ്റ് ഓപ്പണായി, യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പണായി. US മാർക്കറ്റ് ഇന്നലെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു അവിടുത്തെ മോശം ഇൻഫ്ലേഷൻ ഡേറ്റയ്ക്ക് ശേഷം. എന്നാൽ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂസിലെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കാര്യം, ഈ ഡൊണാൾഡ് ട്രംപ് 150 രാജ്യങ്ങൾക്ക് മേൽ 10 മുതൽ 15% വരെ താരിഫ് തീരുമാനമായി ഇത് അയക്കും, ലെറ്ററുകൾ അയക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ഒരു ന്യൂസ്. അതിൻ്റെ ഭാഗമെന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ നെഗറ്റീവാണ്. എന്നാൽ ഇന്നലെ US മാർക്കറ്റിൽ ജോൺസൺ ആൻഡ് ജോൺസൺ ഉൾപ്പെടെയുള്ള കമ്പനീസ് 6% റാലി രേഖപ്പെടുത്തി. ഡോയും നാസ്ഡാക്കും എല്ലാം തന്നെ പോസിറ്റീവിൽ റിയാക്ട് ചെയ്തു. ഇന്നലെ നമ്മുടെ IT കമ്പനീസിൽ ഒരു ബൈയിങ് പ്രഷർ ഉണ്ടായിരുന്നു. അതേ ബൈയിങ് പ്രഷർ അതേ IT കമ്പനീസ് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിപ്രോ ഉൾപ്പെടെയുള്ള അവിടെയും പോസിറ്റീവായിട്ട് തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മാർക്കറ്റ് ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ഉള്ളത്. മാർക്കറ്റ് ആ ഒരു റേഞ്ച് ബോണ്ടായിട്ടാണ് കുറേ ദിവസങ്ങളായിട്ട് നിലനിന്ന് പോകുന്നത്. ബയേഴ്സിനെ സംബന്ധിച്ചൊരു മൊമെൻറ്റം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. സെല്ലേഴ്സിനെ സംബന്ധിച്ച് ഈ കൺസോൾട്ടേഷനാണ് എന്ന് കരുതി അടുത്തേക്ക് വരാനും ഒരു പേടിയുണ്ട്. കാരണം വിക്സ് എല്ലാം നിൽക്കുന്നത് 11 എന്ന റേഞ്ചിലാണ്. പെട്ടെന്നൊന്ന് വിക്സ് സ്പൈക്ക് ചെയ്ത സെല്ലേഴ്സ് ബുദ്ധിമുട്ടാകും. അപ്പോൾ അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റാണ് ഇപ്പോൾ നിലവിലുള്ളത്. വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യാൻ. ഇനി നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും, താഴെ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലോസ് ആയ നാസ്ഡാക്ക് ഡോയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. ഡോ ജോൺസ് ഫ്യൂച്ചർ എന്ന് കാണാം. അതിപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂസിലെ ഫ്യൂച്ചർ കോൺട്രാക്റ്റാണ്, -45 ആണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സും ആണുള്ളത്. ഗോൾഡ് മേലെ ടോപ്പ് ചെയ്ത് മൂന്നാമത് $7 ഫോളായി. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ്കോയിൻ വീണ്ടും അതിൻ്റെ ഒരു റാലിയിലാണ് ബിറ്റ്കോയിൻ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ട്രംപിൻ്റെ പുതിയതല്ല ആ ഒരു താരിഫ് തീരുമാനങ്ങളിൽ നെഗറ്റീവായിട്ട് പ്രതികരിച്ച് US ഫ്യൂച്ചറും നെഗറ്റീവായിട്ട് പ്രതികരിച്ച് ഏഷ്യൻ മാർക്കറ്റും നിലകൊള്ളുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഉള്ളത്. ഇനി നമ്മുടെ മാർക്കറ്റിലെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകളിലേക്ക് വരുമ്പോൾ എംക്യുറെ ഫാർമ കമ്പനി സനോഫി ഇന്ത്യയായിട്ട് ഒരു പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ട് ഓറൽ ആൻറ്റി ഡയബറ്റിക് മരുന്നുകൾ നിർമ്മിക്കാനായിട്ട് ധാരണയായി. ഹിന്ദുസ്ഥാൻ സിങ്ക് കമ്പനി ഇവർ മിനിസ്റ്റർ ഓഫ് മൈൻസിൻ്റെ ഭാഗത്തു നിന്ന് 1841 ഹെക്ടർ പൊട്ടാഷ് മൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ധാരണയായിട്ടുണ്ടെന്നുള്ള ന്യൂസ്. PNC ഇൻഫ്ര കമ്പനി 300 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള പുതിയ സോളാർ പ്രൊജക്റ്റിൻ്റെ ഓർഡർ ലഭിച്ചു. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് കമ്പനി 50 ഏക്കർ ലാൻഡ് അക്വയർ ചെയ്തിട്ടുണ്ട് ഇവരുടെ പുതിയ 9.5 ലാക്ക് സ്ക്വയർ ഫീറ്റിൻ്റെ റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. GMR എയർപോർട്ട് കമ്പനി എയർപോർട്ട് പാസഞ്ചർ താരിഫ് 3.3% ഉയർന്നതായിട്ട് കമ്പനി പറഞ്ഞു. ടെക്കം റിസൾട്ട് ഫ്ലാറ്റായിരുന്നു. 1,167 കോടി രൂപയിൽ നിന്ന് 1,141 കോടി രൂപ. L&T ടെക്നോളജിയും റിസൾട്ട് ഫ്ലാറ്റാണ്. 316 കോടി രൂപ 333 കോടി രൂപയിൽ നിന്ന്. JTL ഇൻഡസ്ട്രീസ് കമ്പനി 30 കോടി രൂപയിൽ നിന്ന് 15 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ഗ്രീൻലം ഇൻഡസ്ട്രീസ് കമ്പനി 1,247 കോടി രൂപ ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് ഇവരുടെ പുതിയ ആന്ധ്രാപ്രദേശിലുള്ള പ്ലാന്റിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനമായി. ഗോദാവരി പവർ കമ്പനി പുതിയ ഇവരുടെ സ്റ്റീൽ പ്ലാന്റിൻ്റെ എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഓറിയൻ്റൽ ഹോട്ടൽ 3 കോടി രൂപയിൽ നിന്ന് 8 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഏഞ്ചൽ വൺ കമ്പനി 290 നിന്ന് 114 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ഏഷ്യൻ എനർജി കമ്പനി 46 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. അപ്പോൾ എക്സ്പയറിയാണ്. മുൻകരുതലുകൾ എല്ലാം തന്നെ എടുത്ത് ട്രേഡ് ചെയ്യുക എല്ലായ്പ്പോഴും പോലെ. താങ്ക് യു ഓൾ.